children, welcome to Maths Magic. ഇന്ന് ഞാൻ 7th ക്ലാസ്സിലെ മാത്സ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. ദ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്ററാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ട്രയാങ്കിൾസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിന് കുറേ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സും ആംഗിൾസും ഒക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം ഈ ട്രയാങ്കിളിന് 3 സൈഡ്സാണുള്ളത്. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അത് 3 സൈഡ്സുള്ള ഫിഗറാണ് ട്രയാങ്കിൾ. അപ്പോൾ AB ഒരു സൈഡാണ്, BC ഒരു സൈഡാണ്, AC ഒരു സൈഡാണ്. അങ്ങനെ 3 സൈഡ്സാണ് ഒരു ട്രയാങ്കിളിനുള്ളത്. അതുപോലെ തന്നെ 3 ആംഗിൾസും ഉണ്ട്. അതായത് ആംഗിൾ A, ആംഗിൾ B ആൻഡ് ആംഗിൾ C. ഞാനിവിടെ ആ സൈഡ്സിൻ്റെയും ആംഗിൾസിൻ്റെയും പേരൊന്ന് എടുത്തെഴുതിയിട്ടുണ്ട്. സൈഡ്സ് AB, BC, AC. ആംഗിൾസ് ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C. ഇനി നമുക്ക് ഈ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തത് പഠിക്കാനുള്ളത് മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിൾ ABCയുടെ BC എന്ന് പറയുന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് ഞാനിവിടെ O എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ് O. ഇനി ഈ വെർട്ടെക്സ് എയിൽ നിന്നും ഒരു ലൈൻ ഈ മിഡ് പോയിന്റിലേക്ക് വരച്ചിട്ടുണ്ട്. അതായത് AO എന്ന് പറയുന്നത് ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ്. അപ്പോൾ ഈ വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ. ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എ വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ to the midpoint of the opposite side is called the median of the triangle. അപ്പോൾ ഒരു ട്രയാങ്കിളിന് 3 മീഡിയൻസ് ഉണ്ടാവും. അതായത് ഈ വെർട്ടെക്സിൽ നിന്നും ഈ സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് ലൈൻ വരച്ചാൽ അതും ഒരു മീഡിയനാണ്. അതുപോലെ തന്നെ വെർട്ടെക്സ് സിയിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ ABയിലേക്ക് ഒരു ലൈൻ വരച്ചാൽ ABയിലെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചാൽ അതും അതിൻ്റെ മീഡിയൻ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ P എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് AC എന്ന് പറയുന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. അതുപോലെ Q മാർക്ക് ചെയ്തിരിക്കുന്നത് ABയുടെ മിഡ് പോയിൻ്റ് ആണ്. ഒരു മിഡ് പോയിൻ്റ് ആണ് അസ്യൂം ചെയ്യുക. അങ്ങനെയുള്ള ആണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ആ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ലൈനാണ്. അതായത് ദ പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെൻറ്റ് ഫ്രം എ വെർട്ടെക്സ് ടു ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ് ഈസ് കോൾഡ് ദി ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ട്രയാങ്കിൾ. അപ്പോൾ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഈ 2 ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ ലൈനിന് BC എന്ന് പറയുന്ന ഈ സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചിരിക്കുന്നത്. അതായത് ഈ വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ലൈനാണ് ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ ഈ മീഡിയൻ എന്താണ്, ഓൾട്ടിറ്റ്യൂഡ് എന്താണെന്നതൊക്കെ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മളിനി വലിയ ക്ലാസ്സിലേക്കൊക്കെ ചെല്ലുമ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ മീഡിയൻ ഓൾട്ടിറ്റ്യൂഡ് എന്നൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നാലാണ് അത് വെച്ചിട്ടുള്ള കണക്കുകൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ അറിഞ്ഞിരുന്നാലാണ് നമുക്ക് അതിൻ്റെ വെച്ചിട്ടുള്ള കണക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത് ഈ വെർട്ടെക്സിൽ നിന്നും ഈ സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്കുള്ളതാണ്. മനസ്സിലായില്ല. അതേസമയം ഓൾട്ടിറ്റ്യൂഡ് മിഡ് പോയിന്റിലേക്കല്ല, അത് പെർപെൻഡിക്കുലർ ലൈനാണ്. ചിലപ്പോൾ ചില കേസിൽ അത് മിഡ് പോയിന്റിലേക്ക് ആവാം. ഇപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളൊക്കെ ആണെങ്കിൽ അതിൻ്റെ മീഡിയനും ഓൾട്ടിറ്റ്യൂഡും ഒക്കെ സെയിം ആയിരിക്കും. കാരണം വെർട്ടെക്സിൽ നിന്നും ആ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻറ്റ് അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെ ചില കേസിൽ വരാറുണ്ട്. പക്ഷേ എല്ലാ കേസിലും മീഡിയനും ഓൾട്ടിറ്റ്യൂഡും സെയിം ആവില്ല. കാരണം ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കും. അതേസമയം മീഡിയൻ എന്ന് പറയുന്നത് അത് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്കുള്ള ലൈനായിരിക്കും. അപ്പോൾ ഇത് രണ്ടും എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. ഇപ്പോൾ ട്രയാങ്കിളിന് 3 എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ടായിരിക്കും.
അതായത് നമുക്ക് ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ഈ സൈഡ് ഇങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വരക്കുമ്പോഴാണ് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും. ഈ ആംഗിളിനെയാണ് നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബി സി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ സി എ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെയും ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ 3 എക്സ്റ്റീരിയർ ആംഗിളാണ് ഒരു ട്രയാങ്കിളിന് ഉള്ളത്. അതായത് ഓരോ സൈഡും പ്രൊഡ്യൂസ് ചെയ്ത് വരക്കുമ്പോഴാണ് എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടാകുന്നത്. അതായത് നീട്ടി വരക്കുക. അതായത് ഇപ്പോൾ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളാണ്. അതിൻ്റെ ഓരോ സൈഡും നമുക്ക് നീട്ടി വരക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇങ്ങോട്ടല്ലാതെ തിരിച്ചും വേണമെങ്കിൽ അങ്ങോട്ടും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കാം. അപ്പോൾ അതനുസരിച്ചിട്ട് ബാക്കിയുള്ള സൈഡുകളും അതനുസരിച്ചിട്ട് മാറി വരും. അപ്പോൾ ഇങ്ങനെയാണ് എക്സ്റ്റീരിയർ ആംഗിൾ വരക്കുന്നത്. ഇനി ഈ എക്സ്റ്റീരിയർ ആംഗിളിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മെഷർ ഓഫ് എനി എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി മെഷേഴ്സ് ഓഫ് ദി ഇറ്റ്സ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. അതായത് ഈ ഒരു എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഈ 2 ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും. അതായത് ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ തൊട്ടടുത്തുള്ള ആംഗിൾ അല്ല, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആംഗിൾ. അതായത് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്, ഈ 2 ആംഗിൾസിൻ്റെയും സമ്മ് കാണുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ. അതുപോലെ തന്നെ ഇവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ 2 ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോഴുള്ള വാല്യൂ ആയിരിക്കും. അതുപോലെ ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ 2 ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോഴുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ മെഷർ ഓഫ് എനി എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി മെഷേഴ്സ് ഓഫ് ഇറ്റ്സ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇതാണ് നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കുന്നത്. ഇതിൻ്റെ ഇത് വലിയ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്യാനൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോഴേ നമ്മൾ ഓരോ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. അപ്പോഴാണ് നമുക്ക് അതൊക്കെ എളുപ്പമാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എന്താ പഠിക്കാനുള്ളത്? അടുത്തത് ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന് 3 ആംഗിൾസ് ആണുള്ളത് അല്ലേ? ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി. ഈ 3 ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതാണ് ആംഗിൾ സം പ്രോപ്പർട്ടി. ദ ടോട്ടൽ മെഷർ ഓഫ് ദി 3 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ഇതിനെയാണ് നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. ഇനി വലിയ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ഇതും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ കേൾക്കരുത്. നമ്മൾ ഈ 7th ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കാര്യങ്ങൾ ശരിക്കും മറന്നു പോകാതെ തന്നെ പഠിച്ചു വെക്കുക. അപ്പോഴാണ് നമുക്ക് ഇനി ഓരോ ക്ലാസ്സിലും ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ 9th-ലും 10th-ലൊക്കെ വരുമ്പോഴത്തേക്കും ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തറവായിട്ട് തന്നെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഓൾ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 3 ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും. അതായത് എ ട്രയാങ്കിൾ ഈസ് സെറ്റ് ടു ബി ഇക്വിലാറ്ററൽ ഇഫ് ഈച്ച് വൺ ഓഫ് ഇറ്റ് സൈഡ് ഹാസ് ദി സെയിം ലെങ്ത്. അതായത് എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു എ സി. ഇൻ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈച്ച് ആംഗിൾ ഹാസ് മെഷർ 60 ഡിഗ്രി. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു 60 ഡിഗ്രി. അതായത് 60 × 3 ആണ് 180 ഡിഗ്രി. മനസ്സിലായില്ലേ? 6 × 3 6 3s are 18 ആണ് നമുക്കറിയാലോ. അപ്പോൾ 60 × 3 എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ എല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ഓരോ ആംഗിളും 60 ഡിഗ്രി വെച്ചായിരിക്കും. അങ്ങനെയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഐസോസിലസ് ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഐസോസിലസ് ട്രയാങ്കിൾസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതായത് 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിലാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 സൈഡ്സ് മാത്രം ഈക്വൽ ആയിരിക്കും. എ ട്രയാങ്കിൾ ഈസ് സെറ്റ് ടു ബി ഐസോസിലസ് ഇഫ് അറ്റ്ലീസ്റ്റ് എനി 2 ഓഫ് ഇറ്റ് സൈഡ്സ് ആർ ഓഫ് ദി സെയിം ലെങ്ത്. അപ്പോൾ ഈക്വൽ അല്ലാത്ത ഒരു സൈഡ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ബേസ് എന്നാണ് പറയുന്നത്. ദ ബേസ് ആംഗിൾസ് ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ഹാവ് ഈക്വൽ മെഷർ. അതായത് ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണെങ്കിൽ, അതായത് എ ബി ഈക്വൽ ടു എ സി ആണെങ്കിൽ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ആയിരിക്കും. അതായത് ഈ എ സിക്ക് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും എ ബിക്ക് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതായത് ഇതിനെ നമ്മൾ ബേസ് എന്ന് പറയും. ഈ 2 ആംഗിളും ബേസ് ആംഗിൾസ് ആണ്.
അപ്പോൾ ഇൻ ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ബേസ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, സൈഡ്സ് രണ്ടെണ്ണം ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരുന്ന ട്രയാങ്കിളിനെയാണ് നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി പഠിക്കാനുള്ളത് പ്രോപ്പർട്ടി ഓഫ് ദ ലെങ്ത്സ് ഓഫ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഇത് ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത്തിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് രണ്ട് സൈഡ്സിൻ്റെ ലെങ്ത്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാമത്തെ സൈഡിൻ്റെ ലെങ്ത്തിനേക്കാളും കൂടുതലായിരിക്കും കിട്ടുന്നത്. അതായത് സം ഓഫ് ദി ലെങ്ത്സ് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഇപ്പോൾ എ ബി പ്ലസ് ബി സി, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എ ബി പ്ലസ് ബി സി എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ ദി ലെങ്ത് ഓഫ് ദി തേർഡ് സൈഡ്. അതായത് ഗ്രേറ്റർ ദാൻ എ സി. ഇത് എ ബിയും ബി സിയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ എ സിനേക്കാളും കൂടുതലായിരിക്കും കിട്ടുന്നത്. അതായത് എ സിയുടെ ലെങ്ത്തിനേക്കാളും കൂടുതലായിരിക്കും. ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദി ലെങ്ത് ഓഫ് ദി തേർഡ് സൈഡ്. ഇപ്പോൾ ഏത് രണ്ട് സൈഡ് എടുത്താലും അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ഇപ്പോൾ ഈ രണ്ട് സൈഡ് ആഡ് ചെയ്താൽ ഈ തേർഡ് സൈഡിനേക്കാളും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഈ രണ്ട് സൈഡ് ആഡ് ചെയ്താൽ ഈ തേർഡ് സൈഡിനേക്കാളും കൂടുതലായിരിക്കും. അത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ അടുത്തത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലെങ്ത്സ് ഓഫ് എനി ടു സൈഡ്സ് ഈസ് സ്മോളർ ദാൻ ദി ലെങ്ത് ഓഫ് ദി തേർഡ് സൈഡ്. ഇനി നമ്മൾ ഏതെങ്കിലും രണ്ട് സൈഡ് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ എ സി മൈനസ് എ ബി ആണ്. അതായത് ഈ സൈഡിൻ്റെ ലെങ്ത്തിൽ നിന്നും ഈ സൈഡിൻ്റെ ലെങ്ത്ത് കുറച്ചാൽ ഈ ബി സിയുടെ ലെങ്ത്തിനേക്കാളും കുറവായിരിക്കും കിട്ടുന്നത്. അതാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലെങ്ത്സ് ഓഫ് എനി ടു സൈഡ്സ് ഈസ് സ്മോളർ ദാൻ ദി ലെങ്ത് ഓഫ് ദി തേർഡ് സൈഡ്, സ്മോളർ ദാൻ ബി സി. അതായത് ഈ രണ്ട് ലെങ്ത്തുകൾ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്താൽ ഈ സൈഡിൻ്റെ ലെങ്ത്തിനേക്കാളും കുറവായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അതാണ് ഇവിടെ ഈ രണ്ട് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഈ രണ്ട് സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്താൽ ഈ മൂന്നാമത്തെ സൈഡിനേക്കാളും കൂടുതലായിരിക്കും. അതേസമയം ഇത് രണ്ടും സബ്ട്രാക്റ്റാണ് ചെയ്യണമെങ്കിൽ ഈ മൂന്നാമത്തെ സൈഡിൻ്റെ ലെങ്ത്തിനേക്കാളും കുറവായിരിക്കും. ഈ രണ്ട് പ്രോപ്പർട്ടീസാണ് ഇതിൻ്റെ ലെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോഴാണ് അതിന് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന് 3 സൈഡ്സ് ആണ്. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന് 3 സൈഡ്സിനും നമ്മൾ പറയുന്നത്, ഈ വലിയ സൈഡിനെ പറയുന്നത് ഹൈപ്പോട്ന്യൂസ്, പിന്നെ ബാക്കി രണ്ട് സൈഡ്സും ലെഗ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ബേസ് ഓൾട്ടിറ്റ്യൂഡ് എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ലെഗ്സ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ഇനി റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദി റൈറ്റ് ആംഗിൾ, അതായത് ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡിനെ പറയുന്നതാണ് ഹൈപ്പോട്ന്യൂസ്, ആൻഡ് ദി അതർ ടു സൈഡ്സ് ആർ കോൾഡ് ലെഗ്സ്. എ സി ആണ് ഇവിടെ ഹൈപ്പോട്ന്യൂസ്, എ ബിയും ബി സിയും ലെഗ്സ് ആണ്. ഇനി ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോപ്പർട്ടി പഠിക്കാനുണ്ട്. അതാണ് പൈതഗോറസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇനി പൈതഗോറസ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. നേരത്തെ നമ്മൾ ഹൈപ്പോട്ന്യൂസിൻ്റെ കാര്യം പറഞ്ഞു, ലെഗ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതിൽ പറയുന്നത് ഇനി റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ദ സ്ക്വയർ ഓൺ ദി ഹൈപ്പോട്ന്യൂസ്, അതായത് ഈ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്ന ഈ സൈഡ്, ഇവിടെ എ സി ആണ് ഹൈപ്പോട്ന്യൂസ്, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓൺ ഇറ്റ്സ് ലെഗ്സ്. അതായത് ഈ എ ബിയുടെ സ്ക്വയറും ബി സിയുടെ സ്ക്വയറും, അതാണ് സം ഓഫ് ദി സ്ക്വയർ. അത് രണ്ടും ആഡ് ചെയ്യുക, അതാണ് സം ഓഫ് ദി സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. അപ്പോൾ ഈ സൈഡിൻ്റെ ലെങ്ത്ത് എടുത്തിട്ട് സ്ക്വയർ ചെയ്യുക, ഈ സൈഡിൻ്റെ ലെങ്ത്ത് സ്ക്വയർ ചെയ്യുക, അത് രണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ സൈഡിൻ്റെ സ്ക്വയർ ആയിരിക്കും. അതായത് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓൺ ഇറ്റ്സ് ലെങ്ത്സ്. അതാണ് ഈ എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഇതാണ് പൈതഗോറസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എല്ലാ ക്ലാസ്സിലും നമുക്കിത് യൂസ് ചെയ്യാനുള്ളതാണ്. ഇനി വരുന്ന എല്ലാ കണക്കുകളിലും, അതായത് ട്രയാങ്കിൾസുമായി ബന്ധപ്പെട്ട കണക്കുകളിലൊക്കെ നമുക്ക് ഈ പൈതഗോറസ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് ഒന്നുകൂടി ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, ഒരു ട്രയാങ്കിളിന്
3 സൈഡ്സ് ഉണ്ടായിരിക്കും, 3 ആംഗിൾസ് ഉണ്ടായിരിക്കും. അതിൻ്റെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ രണ്ടാമത് പഠിച്ചത് മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ. ഈ വെർട്ടക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് മീഡിയൻ. നെക്സ്റ്റ് പഠിച്ചത് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ വെർട്ടക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനാണ്. അതായത് 90 ഡിഗ്രി വരുന്ന ലൈനാണ്. അതായത് ഇവിടെ വരുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ വരയ്ക്കുന്നതാണ് ഓൾട്ടിറ്റ്യൂഡ്. നെക്സ്റ്റ് പഠിച്ചത് എക്സ്റ്റീരിയർ ആംഗിൾസ്. എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഓരോ സൈഡ്സും എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. അതായത് പ്രൊഡ്യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിളാണ് എക്സ്റ്റീരിയർ ആംഗിൾസ്. നെക്സ്റ്റ് ആംഗിൾ സം പ്രോപ്പർട്ടി. ആംഗിൾ സം പ്രോപ്പർട്ടി പറയുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. ഇനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും, അതുപോലെ 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും, അത് 60 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. നെക്സ്റ്റ് പഠിച്ചത് ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഏതെങ്കിലും 2 സൈഡ്സ് ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് പഠിച്ചത് പ്രോപ്പർട്ടി ഓഫ് ദി ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. അതായത് 2 സൈഡ്സ് ആഡ് ചെയ്താൽ മൂന്നാമത്തെ സൈഡിൻ്റെ ലെങ്ത്തിനേക്കാളും കൂടുതലായിരിക്കും. 2 സൈഡ്സ് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ സൈഡിൻ്റെ ലെങ്ത്തിനേക്കാളും കുറവായിരിക്കും. നെക്സ്റ്റ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ ഈ ആംഗിളിൻ്റെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെ ഹൈപ്പോട്ന്യൂസ് എന്നും മറ്റ് 2 സൈഡ്സിനെ ലെഗ്സ് എന്നും പറയും. നെക്സ്റ്റ് പഠിച്ചത് പൈതഗോറസ് പ്രോപ്പർട്ടി. പൈതഗോറസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ ഹൈപ്പോട്ന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ 2 സൈഡ്സിൻ്റെയും സ്ക്വയേഴ്സിൻ്റെ സമ്മായിരിക്കും. ഇതാണ് പൈതഗോറസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചെങ്കിലാണ് നമുക്ക് ഇതിലെ കണക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇനി അടുത്ത ക്ലാസ്സുകളിലും, അതായത് ഇപ്പോൾ 8th-ലേക്കും 9th-ലേക്കൊക്കെ ആയാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണക്കുകൾ ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് വീഡിയോ വീണ്ടും കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.